ഹലോ ഗായ്സ്, ഇതുപോലത്തെ ഇൻവിറ്റേഷൻ കാർഡ് എങ്ങനെയാണ് ഫോണിൽ സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്പാണ് ക്യാൻവ. അപ്പോൾ ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് മുകളിൽ ഇൻവിറ്റേഷൻ കാർഡ്സ് എന്ന് സെർച്ച് ചെയ്യാം. ദെൻ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കിട്ടും. ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസും മോഡലുകളും കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻവിറ്റേഷൻ കാർഡ് വരും. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം മുകളിലുള്ള വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ഉള്ളത് ഞാൻ ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് എഴുതുക ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ സൈഡിലുള്ള ഡിസൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സൈസ് ആക്ട് ചെയ്യാനെല്ലാം പറ്റും കേട്ടോ. അതേപോലെ ഫോണ്ട് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് എന്ന ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ നെയിംസ് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്യാം. താഴെ കാണുന്ന എഡിറ്റിംഗ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ടെക്സ്റ്റൊക്കെ എന്ത് ചെയ്യാം, ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ഡേറ്റും ഇയറൊക്കെ കൊടുക്കാം. പക്ഷേ ഞാനിവിടെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ലൈൻ സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ലൈൻസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ലൈൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ദെൻ താഴെ കാണുന്ന സ്ട്രോക്ക് കളർ എന്നുള്ള ഓപ്ഷനിൽ ലൈൻ നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം ഉള്ളത് എന്ത് ചെയ്യാം, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ തിക്നെസ് ഒരു 2 ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് ലൈൻ സെലക്ട് ചെയ്തിട്ട് മുകളിൽ അങ്ങനെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് വരും കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റും ഇയറൊക്കെ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് താഴെ കാണുന്ന ടെക്സ്റ്റിനുള്ള ഓപ്ഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോണ്ട് ചേഞ്ച് ആക്കണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഫോണ്ടിനുള്ള ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ ഞാൻ ഈ ഡേറ്റും ഈ ലൈനും എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന കളേഴ്സിനുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലൊക്കേഷൻ്റെ ഐക്കൺ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ലൊക്കേഷൻ ഐക്കൺ സെർച്ച് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺസ് വരും. അതിൽ നിന്നൊരു ഐക്കൺ സെലക്ട് ചെയ്യാം. അതേപോലെ ഈ ഐക്കണിൻ്റെ കളർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷൻ എന്ത് ചെയ്യാം, ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ലൊക്കേഷൻ്റെ QR കോഡ് അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാമറ റോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് QR കോഡ് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റിൻ്റെ ഇൻസ്റ്റാക്കോണിൻ്റെ QR കോഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിൽ കാണുന്ന ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ആക്കിയാൽ എന്ത് ചെയ്യും, നമ്മളെ ഡിസൈന് ഡൗൺലോഡ് ആയി കിട്ടും കേട്ടോ. അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവയിൽ ഇൻവിറ്റേഷൻ കാർഡ്സ് ഉണ്ടാക്കാൻ പറ്റും.